ആലപ്പുഴ എരമല്ലൂരിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. എഴുപുന്ന സ്വദേശി മുഹമ്മദ് ആസിഫാണ് കഞ്ചാവുമായി പിടിയിലായത്. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കിയിരിക്കണം. അതിനിടയിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിലാണ് എരമല്ലൂരിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടികൂടിയെന്ന വാർത്ത കൂടിയെത്തുന്നത്. വിവരങ്ങൾ എന്താണ്? രതീഷ്, നമുക്ക് ഈ CCTV ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇന്നലെ വൈകുന്നേരം എരമല്ലൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് നടന്ന ഒരു സംഭവമായിരുന്നു ഇത്. അതായത് ബൈക്കിൽ 2 പേര് കടന്നു പോകുന്നു. അവരുടെ കയ്യിൽ നിന്നും ഒരു പൊതി താഴെ വീഴുന്നു. ഈ പൊതി മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന പിന്നാലെ സ്കൂട്ടറിൽ വന്ന മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന 29 വയസ്സുകാരൻ എടുക്കുകയും ഇത് മറ്റേ ആള് വന്ന് ചോദിക്കുമ്പോൾ ഇതിലെന്താണെന്ന് തിരക്കുകയും കഞ്ചാവ് പൊതിയാണെന്ന് മനസ്സിലാക്കുകയും ഇത് പോലീസിനെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഈ ആസിഫ് ഈ കഞ്ചാവ് പൊതി, അതായത് മറ്റ് ബൈക്കിൽ നിന്ന് വീണ കഞ്ചാവ് പൊതി ഈ ആസിഫ് കൈക്കലാക്കുകയും മറ്റവരെ പറഞ്ഞു വിടുകയുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു സമീപത്തെ കടയിലെ CCTVയിൽ പതിയുന്നുണ്ടായിരുന്നു. ഈ പതിഞ്ഞ CCTV ദൃശ്യങ്ങൾ ആലപ്പുഴ എക്സൈസിന്റെ സൈബർ സെല്ലിന് ലഭിക്കുകയും അത് സ്പെഷ്യൽ സ്ക്വാഡ് ടീമിന് കൈമാറുകയും ചെയ്തു. സ്പെഷ്യൽ സ്ക്വാഡ് ടീം പിന്നീട് ഈ ആസിഫിന്റെ വണ്ടി നമ്പർ, CCTVയിൽ നിന്ന് ലഭിച്ച വണ്ടി നമ്പർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഇത്തരത്തിൽ ആസിഫ് ഇവരെ വിരട്ടി ഓടിക്കുകയും മറ്റവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട കഞ്ചാവ് പൊതി ആസിഫ് കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ആസിഫിനെ പിന്നീട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. മറ്റ് പ്രതികൾക്കായുള്ള, അതായത് ഈ കഞ്ചാവ് പൊതി കടത്തിക്കൊണ്ടുപോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. അതിനുശേഷം ഇന്നത്തോടു കൂടിയിട്ടാണ് ഈ ആസിഫിനെ പിടിയിലായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അത് വളരെ വ്യക്തമാണ്. ഒരു വഴിയിൽ കിടന്ന കഞ്ചാവ് അത് എടുക്കുന്നു, അതിന്റെ ഉടമസ്ഥരെ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വിരട്ടി ഓടിക്കുന്നു, അതിനുശേഷം കൈവശം വയ്ക്കുന്നു, പോലീസ് പിടിയിലാകുന്നു. ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. എരമല്ലൂരിൽ നിന്നാണ് 2.5 കിലോ കഞ്ചാവ് പിടികൂടിയത്. വിവരങ്ങളാണ് നിതിൻ തോമസ് നൽകിയത്.